ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തും അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ സങ്കടത്തിന് കാരണവും ലഹരി എന്ന് പറയുന്ന ഒറ്റ വാക്കാണ് പ്രിയമുള്ളവരെ. എത്ര കുടുംബങ്ങളാണ് ഈ ലഹരി മൂലം ഇന്ന് അനാഥമാക്കപ്പെട്ടു പോയിട്ടുള്ളത്. ആക്രമണങ്ങളിൽ അനേക ദിവസങ്ങളിൽ എത്രയധികം യുവജനങ്ങളാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഈ ലോകത്തിൽ ഇന്ന് ലഹരി വല്ലാതെ കാർന്നു തിന്നുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ വരെ ഈ ലഹരിയുടെ സ്വാധീനം കടന്നെത്തി എന്നുള്ളത് വളരെ വേദനയോടെ, അതിനേക്കാൾ ഉപരി പേടിയോടെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന്, ഇടവകകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഈ ലഹരിയുടെ സ്വാധീനം എത്രത്തോളം അകറ്റി നിർത്താൻ കഴിയുമോ അത്രത്തോളം അകറ്റി നിർത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ലഹരി എന്റെയും നിങ്ങളുടെയും മാനസികമായ, ശാരീരികമായ ഒരു ജീവിത ശൈലിയെ മാത്രമല്ല ഭാവിക്കുക, മറിച്ച് അതിനേക്കാൾ ഉപരി ആത്മീയമായ ഒരു ജീവിത ശൈലിയെ ലഹരി വല്ലാതെ കാർന്നു തിന്നുന്നുണ്ട്. എന്റെ ആത്മീയത എനിക്ക് ദൈവവുമായുള്ള ബന്ധമാണ്. പലപ്പോഴും സുബോധം നഷ്ടപ്പെട്ട് പുതിയ തലമുറയിൽ ട്രിപ്പിംഗ് എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് കാലങ്ങൾ കടന്നുപോയി ചിന്തിക്കണമെങ്കിൽ ഇന്ന് ലഹരി കൂടിയേ തീരൂ എന്നിടത്ത് ദൈവസാന്നിധ്യ ബോധം യുവജനങ്ങൾ മറന്നു പോകുന്നുണ്ടെന്നുള്ളത് പേടിയോടെ, ഭീതിയോടെ ഞാനും നിങ്ങളും ഓർക്കേണ്ട യാഥാർത്ഥ്യമാണ്. ദൈവത്തെ ഒരു തലമുറ മറന്നു തുടങ്ങിയിടത്ത് മുട്ടുകുത്താനും കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനും നോമ്പെടുക്കാനും ഉപവാസമനുഷ്ഠിക്കാനും ഒരു തലമുറ മറന്നെടുത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടെടുത്ത് ലഹരി വല്ലാതെ പിടിമുറക്കുന്നുണ്ട്. തിരികെ വീണ്ടെടുക്കണം പ്രിയമുള്ളവരെ. ഈ ലഹരിയുടെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവസാന്നിധ്യ ബോധത്തിലേക്കുള്ളൊരു വളർച്ച എനിക്കും നിങ്ങൾക്കും അത്രയധികം ആവശ്യമാണ്. കൂടെ ഒരു ദൈവമുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആര് കൈവിട്ടാലും ഒരു കർത്താവ് കൈവിടില്ലെന്നൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരു ലഹരിക്കും എന്നെ നിങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ജീവിതത്തിൽ നിരാശപ്പെട്ട്, സങ്കടപ്പെട്ടു, വേദനപ്പെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ആശ്വാസം പോലെ കണ്ടെത്തുന്ന, ഒരു ട്രിപ്പിങ്ങിന് വേണ്ടി കണ്ടെത്തുന്ന ഈ ലഹരി മാറ്റി നിർത്തിയിട്ട് ഈശോയെ ഒരു ലഹരിയായി സ്വീകരിച്ചാൽ, കർത്താവിനെ ലഹരിയായി സ്വീകരിക്കുന്നിടത്ത് വലിയ മാറ്റമുണ്ടാകും. ആത്മീയതയിൽ വളരാൻ ലഹരിയെ അകറ്റി നിർത്താം. കുടുംബങ്ങളിൽ സമാധാനവും സൗഹൃദവും, നമ്മുടെ ദേവാലയ അങ്കണങ്ങളിൽ പഴയ സൗഹൃദങ്ങൾ പൊട്ടി മുളയ്ക്കാൻ, ദേവാലയങ്ങളിൽ വൈകുന്നേരത്ത് ഒരുമിച്ചുകൂടി കഥ പറഞ്ഞും സന്തോഷിച്ചും ഉല്ലസിച്ചും പെരുന്നാൾ സമയത്ത് കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങൾ വളർത്തിയെടുത്തും ഈശോയിൽ ഓരോ ബലിപീഠത്തിൽ ഓരോ ദിവസവും പരിശുദ്ധ ബലി ഒരു ലഹരിയാക്കി മാറ്റി എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പത്തനംതിട്ട രൂപതയിലെ MCYM യുവജന സുഹൃത്തുക്കൾ ലഹരിയെ ഇടവകയിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പുറപ്പെടുന്ന ഈ യജ്ഞത്തിൽ നമുക്കും കൈചോർത്ത് പിടിക്കാം. യുവജനങ്ങളോടൊപ്പം നമുക്കും ചേർന്ന് പറയാം. ഒരുപക്ഷെ ലാലേട്ടൻ പറയുന്നത് പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. നമുക്ക് ലഹരി ആവശ്യമില്ല. ഈശോ മാത്രമാണ് നമ്മുടെ ലഹരി ആയിരിക്കട്ടെ. MCYM ഭദ്രാസന യുവജന സഭയ്ക്ക്, സഭാതല സമിതിക്ക്, ഭദ്രാസന സമിതിക്ക് ഈ ലഹരിയെ അകറ്റി നിർത്താനുള്ള യജ്ഞത്തിൽ ഞാനും നിങ്ങളും കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം. ഈശോ ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്റ്റോപ്പ് യൂസിംഗ് ഡ്രഗ്സ് and keep away drugs from the society.